നമസ്കാരം, ഞാൻ ഉന്മേഷ് വരാമൻ. ലേറ്റ് എഡിഷനിലേക്ക് വിശദമായി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ദിവസമാണ് ഇന്ന്. എക്സാക്റ്റ് ആകുമോ എക്സിറ്റ് പോളുകൾ? കേരളത്തിൽ ഭരണമാറ്റമെന്ന് എക്സിറ്റ് പോൾ സർവേകൾ. UDF ഭരണം പിടിക്കുമെന്നാണ് പ്രമുഖ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ. BJP അക്കൗണ്ട് തുറക്കുമെന്നും മിക്ക സർവേകളും പ്രവചിക്കുന്നു. LDF-ന് തുടർഭരണമില്ലെന്ന് എക്സിറ്റ് പോളുകൾ. പരമാവധി 69 സീറ്റുകൾ വരെയാണ് LDF-നുള്ള സാധ്യത. UDF 71 മുതൽ 79 സീറ്റുകൾ വരെ നേടുമെന്ന് PMark ഏജൻസിയുടെ എക്സിറ്റ് പോൾ. LDF-ന് 62 മുതൽ 69 സീറ്റുകൾ വരെ. ആക്സിസ് മൈ ഇന്ത്യയും ദേശ് കാ വെർഡിക്റ്റും UDF 90 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പറയുന്നു. പീപ്പിൾസ് സർവേയിൽ UDF-ന് 85 സീറ്റുകൾ. മധ്യ കേരളം UDF തൂത്തുവാരുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. വടക്കൻ കേരളത്തിലും UDF ആധിപത്യം. തെക്കൻ കേരളത്തിൽ LDF-ന് മേൽക്കൈ. NDTV സർവേയും സമാനം. NDTV പോൾ ഓഫ് പോളും സമാനം. പീപ്പിൾസ് ഇന്ത്യ സർവേയിൽ BJPക്ക് 14 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കണക്ക്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഭൂരിപക്ഷം സർവേകളും പറയുന്നു. ഏതാണ്ട് എല്ലാ സർവേകളും UDF വിജയിക്കുമെന്ന് പറയുമ്പോഴും ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരുടെയും പിന്തുണ പിണറായി വിജയന്. മുഖ്യമന്ത്രി ചർച്ച സജീവമായ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണച്ചത് VD സതീശനെ, 21% പേർ. രമേശ് ചെന്നിത്തല 8%, KC വേണുഗോപാലിനെ 3% പിന്തുണച്ചു. എക്സിറ്റ് പോളുകൾ ശരിയാകുമോ അതോ പാളുമോ? വോട്ടെടുപ്പിന്റെ യഥാർത്ഥ ഫലമറിയാൻ ഇനി 5 ദിവസത്തെ കാത്തിരിപ്പ്. ഇലക്ഷൻ ഡെസ്ക് 24. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. 5 ഏജൻസികൾ BJP അധികാരത്തിലെത്തുമെന്ന് പ്രവചിക്കുന്നു. 142 മുതൽ 208 സീറ്റ് വരെ നേടി BJP അധികാരം പിടിച്ചെടുക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 187 സീറ്റ് പ്രവചിക്കുന്ന പീപ്പിൾസ് പൾസ് മാത്രമാണ് തൃണമൂലിന് തുടർഭരണം പറയുന്നത്. ഇടതു പാർട്ടികൾ 4 സീറ്റ് വരെ നേടുമെന്നും സർവേകൾ പറയുന്നു. ബംഗാളിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് വോട്ട് ശതമാനത്തിൽ പാർട്ടികൾ കുതിക്കുന്നതും വൻ വീഴ്ച ഉണ്ടാകുന്നതുമാണ് 2000-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ കാണിച്ചിട്ടുള്ളത്. 2021-ൽ അത്തരമൊരു വൻ കുതിപ്പ് നടത്തിയാണ് വെറും 3 സീറ്റിൽ നിന്ന് BJP 77 സീറ്റിലേക്ക് ഉയർന്നത്. ഇത്തവണ മറ്റൊരു സ്വപ്ന കുതിപ്പ് BJP നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പീപ്പിൾസ് പൾസ് തൃണമൂലിനാണ് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. പക്ഷേ 2 തവണ തുടർച്ചയായി ഒറ്റയ്ക്ക് 200 സീറ്റ് മറികടന്ന പാർട്ടിക്ക് ഇത്തവണ അതുണ്ടാവില്ലെന്നാണ് പ്രവചനം. 148 സംസ്ഥാനത്തെ മാന്ത്രിക സംഖ്യ. 2021-ൽ എക്സിറ്റ് പോളുകളെ തിരുത്തി ബംഗാൾ വിജയം നൽകിയ ചരിത്രം തൃണമൂലിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ കാര്യമാക്കേണ്ടെന്നാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത്. 24 കൊൽക്കത്ത. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തുടർഭരണം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ. പുറത്തുവന്ന ഫലങ്ങളിൽ ഭൂരിഭാഗവും ഇതേ ഫലമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ തമിഴക വെട്ടിക്കഴകം അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനം. 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. മാജിക് നമ്പർ 118. പീപ്പിൾസ് പോൾ, മാട്രിക്സ്, PMark, ടുഡേസ് ചാണക്യ, അഗ്നി തുടങ്ങി വിവിധ സർവേ ഫലങ്ങളിലെല്ലാം 120 മുതൽ 160 വരെ സീറ്റുകൾ DMK സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഏറെ പ്രചാരത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ TVK തമിഴകം തൂത്തുവാരുമെന്ന് പ്രവചിക്കുന്നു. 98 മുതൽ 120 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കും. 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് പ്രവചിക്കുന്നത്. ADMK സഖ്യം 22 മുതൽ 32 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. JVC സർവേയിലും വോട്ട് വൈബ് CNN സർവേയിലും മാത്രമാണ് അണ്ണാ DMK സഖ്യത്തിന് അനുകൂലമായി പറയുന്നത്. ഇരു സർവേകളിലുമായി 124 മുതൽ 147 സീറ്റുകൾ വരെയാണ് പ്രവചനം. TVKയ്ക്ക് 1 മുതൽ 42 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേ ഫലങ്ങളുമുണ്ട്. പുതുച്ചേരിയിൽ NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം തുടരുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ആകെയുള്ള 30 സീറ്റുകളിൽ 16 മുതൽ 20 സീറ്റുകൾ വരെ NR കോൺഗ്രസ് സഖ്യം നേടും. 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് DMK കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക. TVK 2 മുതൽ 4 സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു. 24 ചെന്നൈ. അസമിൽ BJPക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. BJP 82 മുതൽ 101 സീറ്റ് വരെ നേടി അധികാരം നിലനിർത്തും എന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. കോൺഗ്രസ് 15 മുതൽ 36 സീറ്റ് വരെ നേടുമെന്നാണ് പ്രവചനം. പ്രീ പോളുകൾ ഒന്നാകെ പറഞ്ഞത് BJPയുടെ തുടർഭരണം. വോട്ടെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി BJP തേരോട്ടമെന്നാണ് പ്രവചനം. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ പുതിയ ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ കണ്ടതാണെങ്കിലും മാന്ത്രിക സംഖ്യയായ 64-നടുത്തേക്ക് ഇത്തവണയും എത്താനാകില്ലെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. 10 വർഷം അധികാരത്തിൽ ഇരുന്നതിന്റെ ഭരണവിരുദ്ധ വികാരം വോട്ടാവില്ല.
ഹിമന്ത ബിശ്വ ശർമ്മ കൂടുതൽ കരുത്തനായി, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി. ഒപ്പം കുടിയേറ്റ വർഗീയ വിഷയങ്ങളിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവും ഇത്തവണ സാധ്യമായേക്കാം. ഭിന്നിച്ചു പോകുന്ന പ്രതിപക്ഷ വോട്ടുകളും BJPയുടെ കുതിപ്പിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. 24 കൊൽക്കത്ത. ബംഗളൂരു ബൌറിംഗ് ആശുപത്രിക്ക് സമീപം ശക്തമായ മഴയിൽ മതിലിടിഞ്ഞ് 2 മലയാളികൾ ഉൾപ്പെടെ 7 പേർക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 3 മലയാളികൾക്ക് പരിക്കേറ്റു. വിനോദയാത്രയ്ക്കെത്തിയ എറണാകുളം രാമമംഗലം സ്വദേശികളായ ലത, സ്മിത എന്നിവരാണ് മരിച്ചത്. മഴയിൽ നിന്ന് രക്ഷ നേടി മതിലിന് സമീപം നിന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. അവർ പർച്ചേസിങ് കഴിഞ്ഞാൽ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ അവിടെ ഒരു പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ. അപ്പോൾ അവിടെ നിന്നാണ് നിന്നോടെ കുറച്ച് കഴിഞ്ഞേക്ക് ആ മതിൽ ഒന്നായിട്ട് പൊട്ടിച്ചാടി. അങ്ങനെ അവരെ മേത്തേക്ക് വീണു. അതിൽ കുറച്ചൊക്കെ രക്ഷിക്കുമ്പോൾ നമ്മൾ സുഹൃത്തൊക്കെ രക്ഷിക്കപ്പെട്ടു. ഈ സ്ത്രീ അപ്പം തന്നെ 2 ആൾ അവിടെ തന്നെ മരിച്ചിരുന്നു. ബാക്കിയുള്ളവർക്ക് ഓടി കുറച്ചാളെ രക്ഷിക്കാൻ പെടുത്തി. എന്നാലും മോശമില്ലാത്ത എല്ലാ സഹായങ്ങളൊക്കെ അവിടെയുള്ള ആൾക്കാരൊക്കെ ചെയ്തു. എന്നാലും അത്ര ഇത് പോരാ. അവിടെ ഈ മണ്ണ് വീടാങ്ങനെ പുതിയൊരു മണ്ണ് വന്നതാണ്. ഒരു ഷട്ടിൽ കോട്ട് ഉണ്ടാക്കാൻ മണ്ണിനെ അപ്പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മണ്ണ് അവിടെ മഴ പെയ്ത് നനഞ്ഞപ്പോൾ അതിൻ്റെ ഭാരം താങ്ങുന്നപ്പോൾ മതിൽ പൊട്ടിച്ചാടി. അങ്ങനെയാണ് ഈ മരണത്തിന് കാരണമുള്ള സാധ്യത. മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. സജു ചാമക്കാലായിൽ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ബംഗളൂരു അതിശക്തമായ മഴ പെയ്തത്. ഈ മഴ സമയത്ത് കുറേ പേർ, അതായത് ഈ മാർക്കറ്റിന്, ശിവാജി മാർക്കറ്റിന് പരിസരത്തുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട്. അതിൽ പെട്ട 3 പേർക്കാണ്, മലയാളികൾക്കാണ്, അതിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മലയാളി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുക. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു മഴ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും ശക്തമായ മഴയായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ടത്. അങ്ങനെ ആ ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോയപ്പോൾ എല്ലാവരും അതിനടിയിൽ പെട്ടുകിടക്കുകയായിരുന്നു. അതായത് ഒരുപാട് പഴക്കം ചെന്ന ഒരു മതിലായിരുന്നു അത്. അപ്പോൾ ഈ മതിലെന്ന് വെച്ചാൽ അതിൻ്റെ ഈ മതിലിൻ്റെ പിന്നിൽ ഹോസ്പിറ്റലിൽ കുറച്ച് മണ്ണൊക്കെ കൂട്ടിയിട്ട് അത് ഹൈറ്റായപ്പോൾ പിന്നെ വെള്ളം പോകാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫോഴ്സ് കൊണ്ട് ഇങ്ങോട്ട് മതിൽ തെറിച്ച് വീണതാണെന്നാണ് സംശയിക്കുന്നത്. 3 സ്ത്രീകളുണ്ട്, മലയാളികളാണ്, പരിക്കേറ്റവരുണ്ട്. അവരുടെ നില എങ്ങനെയായിരുന്നു ആ സമയത്ത്? അവർ സ്പോട്ടിൽ ഒരു രണ്ട് സ്ത്രീകൾ അപ്പം തന്നെ മരിച്ചിട്ടുണ്ടായിരുന്നു. പരിക്കേറ്റവരുടെ സ്ഥിതി ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? പരിക്കേറ്റവരെന്ന് വെച്ചാൽ മാരകമായ പരിക്കുകളാണ്. എല്ലാവർക്കും തലയ്ക്കും പിന്നെ ഡെസ്കിനൊക്കെ നല്ല പരിക്കുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. 2 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ലത, മനക്കുടിയിൽ രാമമംഗലം സ്വദേശി ലത, ഒപ്പം തന്നെ സ്മിത രഘു, തെക്കേയിറമ്പിൽ കീഴ്മുറി സ്വദേശി സ്മിത രഘു എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. ഒപ്പം തന്നെ 7 പേർ, അതായത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന 7 പേർ, മലയാളികൾ ഉൾപ്പെടെ വന്ന 7 പേർക്കാണ് ജീവൻ നഷ്ടമായത്. എന്തായാലും ഇപ്പോൾ പരിക്കേറ്റവരിൽ 3 പേർ മലയാളികളാണ്. ഈ 3 പേർ രാമമംഗലം സ്വദേശികളായ പ്രീതി, ഒപ്പം സിജി, മായ എന്നീ 3 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ഒരാളുടെ നില മാത്രമാണ് അല്പം ഗുരുതരമെന്ന് ഇപ്പോൾ നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാക്കി 2 പേർ അപകട നില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എറണാകുളം സ്വദേശികളാണ്. കുടുംബശ്രീയുടെ വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയപ്പോഴായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്. 56 അംഗ സംഘമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയത്. ഇവർ എറണാകുളത്തെ അമൃതം പൊടി ഉണ്ടാക്കുന്ന യൂണിറ്റിലെ ആളുകളായിരുന്നു. പർച്ചേസിങ്ങിന് വേണ്ടി ശിവാജി നഗറിൽ മാർക്കറ്റിനടുത്ത് എത്തി. പർച്ചേസിങ് കഴിഞ്ഞ് മടങ്ങവേ ശക്തമായിട്ടുള്ള മഴ പെയ്യുകയും ഈ മഴയെ തുടർന്ന് ഇവർ അവിടെ നിന്ന് മാറി, അതായത് ഈ ടാർപോളിൻ ഷീറ്റ് ഉള്ള സ്ഥലത്തേക്ക് മാറി, മതിലിനോട് ചേർന്നുള്ള ടാർപോളിൻ ഷീറ്റ് കെട്ടിയ സ്ഥലത്തേക്ക് മാറി മഴയിൽ നിന്നും അഭയം തേടിയതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായി. 7 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 7 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 3 പേർ മലയാളികളാണ്. അതിൽ ഒരാളുടെ നില മാത്രമാണ് അല്പം ഗുരുതരമെന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗളൂരു ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം നാളെ തന്നെ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് അനൂപ് ജേക്കബ് MLA അറിയിച്ചു. മതിലിന്റെ ചോട്ടിലൂടെ പോയി നിന്നപ്പോഴാണ് ഇത് വന്ന് വീഴുന്നത്. അപ്പൊ 5 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നു. എന്നാലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല, ICU ആണ്. ബാക്കിയുള്ളവര് ചെറിയ പരിക്കേ ഉള്ളൂ. 2 പേര് മരിച്ചു. അപ്പം അവരുടെ നാളെ ഫോർമാലിറ്റീസ് കംപ്ലൈ ചെയ്ത് നാളെ തന്നെ ഇങ്ങ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ആഭ്യന്തരമന്ത്രിയും അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ കർണാടകയിൽ ഒരു കോർഡിനേറ്റർ ആണ് അവര്. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഇടുക്കി തൊടുപുഴയിൽ പോസ്റ്റർ "മുഖ്യമന്ത്രിയാകാമെന്ന് വ്യാമോഹിക്കേണ്ട" എന്ന് പോസ്റ്ററിൽ പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, രാത്രിയിലാണോ പോസ്റ്റർ പതിച്ചത്?
ഉന്മേഷ രാത്രിയിലാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നതിന് ശേഷം UDFന് ഈ എക്സിറ്റ് പോളിൽ വലിയ മെജോറിറ്റി അധികാരം പിടിക്കുമെന്നുള്ള ഫലങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇത്തരമൊരു ഫ്ലെക്സ് അല്ലെങ്കിൽ ഇത്തരമൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. രാഹുലെ, ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുണ്ട്. രാത്രിയോടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് തൊട്ടു പിന്നാലെയാണ് തൊടുപുഴയിൽ VD സതീശിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെന്നാണ് രാഹുൽ അറിയിക്കുന്നത്. മുഖ്യമന്ത്രിയാകാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നതെന്നും രാഹുൽ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. തൊടുപുഴയിലാണ് VD സതീശിനെതിരെ ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. രാവിലെ മൂവാറ്റുപുഴയിൽ VD സതീശിനെ അനുകൂലിച്ചുകൊണ്ട് ഫ്ലക്സ് ബോർഡ് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ അത് അവിടെ നിന്ന് എടുത്തു മാറ്റുകയും ചെയ്തു. ഇപ്പോൾ തൊടുപുഴയിലാണ് VD സതീശിനെതിരായി ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ പോസ്റ്ററുകൾ. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, പറയൂ. ഉന്മേഷ്, അങ്ങനെ തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് ശേഷം UDFന് വലിയ മെജോറിറ്റി അല്ലെങ്കിൽ അധികാരം പിടിക്കാൻ പറ്റുമെന്നുള്ള സർവേകളൊക്കെ വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ തൊടുപുഴ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, തൊടുപുഴ മാത്രമല്ല മൂവാറ്റുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ വ്യാമോഹം വിലപ്പോകില്ല എന്നാണ് പ്രധാനമായും ഇതിൽ എഴുതിയിരിക്കുന്നത്. VD സതീശന് വലിയ തരത്തിലുള്ള വിമർശനം അല്ലെങ്കിൽ VD സതീശനെതിരെയാണ് ഈ പോസ്റ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലി എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റർ പതിപ്പിച്ചതിന് ശേഷം അവർ തന്നെ അത് മാധ്യമങ്ങൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ നേരത്തെ K സുധാകരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചില പോസ്റ്ററുകളൊക്കെ പതിച്ചിരുന്നു. അതേ ആളുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള VD സതീശനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പതിപ്പിക്കുകയും അത് മാധ്യമങ്ങൾക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിവിധ സ്ഥലങ്ങളിൽ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല. അവരുടെ അറിവിലോ അല്ലെങ്കിൽ അവരെ പറ്റി ബന്ധപ്പെടുന്ന ആളുകൾക്കോ ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. രാഹുൽ വിജയൻ, ഇടുക്കിയിൽ നിന്ന്. പരസ്യ പ്രസ്താവനകൾ നേതൃത്വം വിലക്കിയിട്ടും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് VD സതീശനായി ഇന്ന് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. KC വേണുഗോപാലിനായി പാലക്കാട് മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് വഴിപാട് നേർന്നു. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ നേതാക്കളെ ഉയർത്തിക്കാട്ടാനുള്ള അനുകൂലികളുടെ നീക്കത്തിന് നേതൃത്വം വിലക്കേർപ്പെടുത്തിയെങ്കിലും ചർച്ചകൾ അവസാനിക്കുന്നില്ല. VD സതീശനെ നിയുക്ത മുഖ്യമന്ത്രിയായി വിശേഷിപ്പിച്ച എറണാകുളം മൂവാറ്റുപുഴയിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചു. പിന്നീട് ഫ്ലക്സ് അഴിച്ചുമാറ്റി. ഇതിനിടെ KC വേണുഗോപാലിനായി മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് കളഭം കൊണ്ട് തുലാഭാരം നേർന്നു. യൂത്ത് കോൺഗ്രസ് തൃശൂർ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് CM അനിൽകുമാറാണ് പാലക്കാട് ഏമൂർ ഹേമാംബിക ക്ഷേത്രത്തിൽ വഴിപാട് നേർന്നത്. എല്ലാവരും നേതാക്കന്മാരാണ്, പക്ഷെ നമ്മൾ KCനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ മനസ്സിൽ KC മുഖ്യമന്ത്രി ആവട്ടെ തന്നെയാണ് നമ്മുടെ ആഗ്രഹം. ദേശീയ നേതൃത്വം അത് പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ വേറെ നമ്മൾ പരസ്യ പ്രസ്ഥാനം ഒന്നും അല്ലല്ലോ, ഒരു വഴിപാടാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. ഇതിനിടെ ഡൽഹിയിൽ KC വേണുഗോപാലുമായി മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാതെ പിൻഗേറ്റിലൂടെ മാത്യു കുഴൽനാടൻ മടങ്ങി. അതേസമയം തന്റെ രാഷ്ട്രീയ ജീവിതം വിവരിച്ച ഇംഗ്ലീഷ് പത്രത്തിൽ പരസ്യ ഫീച്ചർ നൽകിയ തിരുവനന്തപുരം DCC ജനറൽ സെക്രട്ടറി പ്രജീൻ ബാബുവിനെ രമേശ് ചെന്നിത്തല അതൃപ്തി അറിയിച്ചു. പ്രജീൻ ബാബുവിന് KPCC നേതൃത്വം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഇലക്ഷൻ ഡെസ്ക് 24. IAS ഉദ്യോഗസ്ഥൻ ഡോക്ടർ B അശോകിന് സസ്പെൻഷൻ. സർക്കാരിന്റെ അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ചതിനാണ് നടപടി. സർവീസ് ചട്ടം ലംഘിച്ചു, സർക്കാർ നയങ്ങളെ അടക്കം വിമർശിച്ചു എന്നിങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് സസ്പെൻഷൻ. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേരള ശബ്ദം ലേഖനത്തിൽ B അശോക് എഴുതിയ ലേഖനം കേരള ശബ്ദത്തിൽ B അശോക് എഴുതിയ ലേഖനം വലിയ ചർച്ചയായിരുന്നു. തുടർച്ചയായ ഭരണത്തെ ഫാസിസ്റ്റ് പ്രവണത എന്നാണ് ലേഖനത്തിൽ B അശോക് വിശേഷിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച് അഭിമുഖം നൽകിയതും വിവാദമായിരുന്നു. IAS ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട സർവീസ് ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിച്ചെന്ന മന്ത്രി K കൃഷ്ണൻകുട്ടി. ഇന്നു മുതൽ വൈദ്യുതി തടസ്സം ഉണ്ടാകില്ലെന്നും കേന്ദ്രത്തിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്നും മന്ത്രി അറിയിച്ചു. ലോഡ് ഷെഡിംഗ് ആയിരുന്നില്ല, ട്രിപ്പിംഗ് കാരണമായിരുന്നു ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി മുടങ്ങിയത് എന്നാണ് വിശദീകരണം. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ലെന്ന് ആവർത്തിച്ച വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്ത് ഓവർലോഡ് വരുമ്പോഴുള്ള പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. വീടുകളിൽ വൈദ്യുതി ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വീടുകളിൽ പാചകവാതക ലഭ്യത കുറഞ്ഞതും വൈദ്യുതി വാഹനങ്ങൾ കേരളത്തിൽ കൂടിയതും തിരിച്ചടിയായെന്നും മന്ത്രി പറഞ്ഞു. ഓവറായിട്ട് ഉപയോഗം വരുമ്പോൾ ഡ്രിപ്പാകുകയാണ്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയൊരു പെട്ടെന്ന് അവിചാരിതമായിട്ട് ഇങ്ങനെ വരുന്നുള്ളത് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. ഇപ്പോൾ ഗൾഫ് യുദ്ധം വരുന്ന ആരെങ്കിലും പ്രതീക്ഷിച്ചോ? നമ്മളിപ്പോൾ കൂടുതൽ വാങ്ങിയിട്ട് ആവശ്യം വന്നില്ലെങ്കിൽ നമ്മളത് നഷ്ടം വന്നാൽ നമുക്ക് ബോർഡിന് വലിയ നഷ്ടം വരില്ലേ? സറണ്ടർ ചെയ്താൽ
അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? അപ്പോൾ ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നതല്ല ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഉഷ്ണതരംഗം പ്രതീക്ഷിക്കാതെ എത്തിയത് പ്രതിസന്ധിക്ക് കാരണമായി. കാലവർഷം അനുകൂലമായാൽ നിലവിലെ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നും മന്ത്രി അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്ത് വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയിട്ടുള്ളതായും മന്ത്രി പറഞ്ഞു. പവർ ഇപ്പോൾ 250 മെഗാവാട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയും കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രശ്നം വരില്ല. ഇപ്പോൾ മഴ പെയ്തു, ഇന്നലെ മഴ പെയ്തപ്പോഴൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്നു മുതൽ ട്രിപ്പിംഗ് ഉണ്ടാവില്ലെന്നും പുറത്തുനിന്ന് വൈദ്യുതി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും മന്ത്രി. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്ന നടപടികൾ കമ്മീഷൻ വൈകിപ്പിച്ചുവെന്ന ആക്ഷേപത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ഉത്തരവാദിത്തം കമ്മീഷനുണ്ടെന്നായിരുന്നു മറുപടി. എന്തുകൊണ്ട് വൈകി എന്നത് പരിശോധിക്കാമെന്നും മന്ത്രി പറഞ്ഞു. കമ്മീഷനെതിരായ കാര്യങ്ങൾ പറയേണ്ട വേദിയിൽ പറയുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം നടപടി വൈകിയത് സംബന്ധിച്ച ചോദ്യങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് ചോദിക്കണമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. KCBയും റെഗുലേറ്ററി കമ്മീഷനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടെ ഇന്ന് മന്ത്രി കമ്മീഷൻ അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പുറത്തുനിന്ന് 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. വൈദ്യുതി മുടങ്ങുമ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ സുരക്ഷ വേണമെന്നാവശ്യപ്പെട്ട് KCB ആലുവ പോലീസിന് പരാതി നൽകി. അതിനിടെ ഇന്ന് പുലർച്ചെയും KCB ഓഫീസുകളിൽ പ്രതിഷേധമുണ്ടായി. പുലർച്ചെ 1 മണി മുതൽ 2 മണി വരെ വൈദ്യുതി മുടങ്ങിയ സാഹചര്യത്തിലാണ് കോഴിക്കോട് പന്നിയങ്കര KCB ഓഫീസിൽ ജനങ്ങൾ പ്രതിഷേധിച്ചത്. ജിബിൻ JB 24 തിരുവനന്തപുരം. കൊല്ലം പുനലൂരിൽ 8 വയസ്സുകാരി തെരുവുനായുടെ കടിയേറ്റ് പേവിഷബാധയേറ്റ് മരിച്ച സംഭവത്തിൽ ഡോക്ടേഴ്സിനെ പ്രതി ചേർത്ത് കേസ്. നിയ ഫൈസലിന്റെ മരണത്തിലാണ് കേസെടുത്തത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വാക്സിൻ എടുത്തതിൽ പിഴവുണ്ടെന്നാരോപിച്ച് കുട്ടിയുടെ മാതാവ് കോടതിയെ സമീപിച്ചതിന് പിന്നാലെയാണ് കേസ്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് FIR രജിസ്റ്റർ ചെയ്തു. ഡ്യൂട്ടി ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് FIR-ൽ പറയുന്നത്. അടുത്ത മാസം 5-ാം തീയതി ആകുമ്പം മോള് പോയിട്ട് 1 വർഷം ആവുകയാണ്. ഈ 1 വർഷം കൊണ്ട് പറയാവുന്നവരടുത്തെല്ലാം പറഞ്ഞിരുന്നു. ആരും ഒന്നും ചെയ്തതോ ഒന്നുമില്ല. ഇന്നൊരു 4 മണിയായപ്പം വക്കീൽ ഇത് കണക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കോടതി നമുക്ക് അനുകൂലമായിട്ട് ഇതുപോലെ വിധി പോലെ വന്നിട്ടുണ്ട്, FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണത്തിന് ഓർഡർ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ സമയം എനിക്ക് വളരെ വിലപ്പെട്ടത്, അതിൽ ഒത്തിരി സന്തോഷമാണോ. കാരണം നമ്മൾ സാധാരണക്കാരെ പോലെ ഒരാൾക്ക് ഇത്ര പെട്ടെന്നൊരു വിധി, 1 വർഷം എന്ന് പറയുന്നത് നല്ലൊരു ഗ്യാപ്പാണ്. പക്ഷെ എങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വിധി എൻ്റെ കുഞ്ഞിന് വന്നതിൽ എനിക്ക് ആ കേസ് ഏറ്റെടുത്തല്ലോ കോടതി എന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പോയത് എനിക്കൊരിക്കലും തിരിച്ച് കിട്ടില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ചികിത്സ തേടി ചെല്ലുമ്പം അവരെ വിശ്വസിച്ചല്ലേ നമ്മൾ ചെല്ലുന്നത്. അതിന് ഇനിയൊരു മനുഷ്യനും ഇങ്ങനൊരവസ്ഥ വരരുത്. അതിനായിട്ടുള്ള പോരാട്ടമുള്ളൂ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കൈമാറി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശുപാർശ പ്രകാരം DGP-യാണ് ഉത്തരവിറക്കിയത്. കുടുംബത്തിന്റെ പരാതിയും ലോൺ ആപ്പ് കേസും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ പോലീസ് വീഴ്ചയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. വകുപ്പ് മേധാവി ഡോക്ടർ റാം മാനസികമായി പീഡിപ്പിക്കുന്നുണ്ടെന്ന് നിതിൻ നേരത്തെ പറഞ്ഞിരുന്നുവെന്നായിരുന്നു നിതിൻ രാജിന്റെ കുടുംബത്തിന്റെ ആരോപണം. കേസിലെ മറ്റൊരു പ്രതിയായ അധ്യാപിക സംഗീത നമ്പ്യാർക്ക് കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. പോലീസ് അന്വേഷണത്തിലെ അതൃപ്തി കുടുംബം വ്യക്തമാക്കിയതിന് പിന്നാലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. അന്വേഷണ സംഘത്തെ ക്രൈംബ്രാഞ്ച് DGP തീരുമാനിക്കും. ലോൺ ആപ്പ് നടത്തിപ്പുകാർക്കെതിരെയുള്ള കേസും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ലോൺ ആപ്പ് നടത്തിപ്പുകാരായ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 52 ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിൽ പോലീസ് മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിലെ വിമർശനം. അപ്രതീക്ഷിത ഹർത്താൽ അല്ലായിരുന്നിട്ടുകൂടി പല ജില്ലകളിലും ക്രമസമാധാനം നടപ്പാക്കാനുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ദേശീയപാതയിൽ മണിക്കൂറുകൾ നീണ്ട ഗതാഗതക്കുരുക്കുണ്ടായ തിരുവനന്തപുരം പള്ളിപ്പുറത്ത് ഗുരുതര വീഴ്ചയുണ്ടായെന്നും വിമർശനമുണ്ട്. അതേസമയം ഹർത്താൽ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് ഇന്നലെ പോലീസ് നടത്തിയെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP ആരോപിച്ചു. ഈ ഹർത്താൽ പങ്കെടുത്ത അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരിൽ പോലീസ് എടുത്ത കേസുകൾ അത് പിൻവലിക്കേണ്ടതായിട്ടുണ്ട്. CBI പോലെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ ഈ ലോൺ എടുത്ത ആപ്പ് വഴി ലോൺ എടുത്തതും അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, ഇതിൻ്റെ കുടുംബം ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ തന്നെ വിശദമായി അന്വേഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് പ്രതികൾ രക്ഷപ്പെടാതിരിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മരണത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറണമെന്നും കൊടിക്കുന്നിൽ സുരേഷ് ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.
സംസ്ഥാനത്ത് മിൽമ പാൽ വില 4 രൂപ വർദ്ധിപ്പിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് പ്രഖ്യാപനം വൈകുകയാണ്. വോട്ടെണ്ണലിന് ശേഷം ചേരുന്ന ബോർഡ് യോഗത്തിൽ തീരുമാനമെന്ന് ചെയർമാൻ KS മണി വ്യക്തമാക്കി. വില വർധന നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ ഇന്ന് ചേർന്ന മിൽമ ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കഴിഞ്ഞ ദിവസമാണ് വില വർധനയുമായി ബന്ധപ്പെട്ട ബോർഡ് തീരുമാനത്തിന് സർക്കാർ അനുമതി നൽകിയത്. പിന്നാലെ ഇന്ന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് എത്തുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല. വോട്ടെണ്ണലിന് ശേഷം അന്തിമ തീരുമാനമെന്ന് മിൽമ ബോർഡ് ചെയർമാൻ. ആ അജണ്ടയിൽ ഫർദറായിട്ട് ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ തീരുമാനിക്കേണ്ട. അടുത്ത പെരുമാറ്റച്ചട്ടം കാലാവധി കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണസമിതി യോഗം ചേർന്ന് ഉചിതമായ തീരുമാനം എടുക്കാമെന്നാണ് ഇന്നത്തെ ബോർഡിൽ തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ മാറിയാലും അടുത്ത ഭരണസമിതിയിൽ കൂട്ടിയ വില പ്രഖ്യാപിക്കാനാണ് തീരുമാനം. അതേസമയം വിലവർദ്ധനവ് നടപ്പാക്കുന്നില്ല എന്ന് ആരോപിച്ച എറണാകുളം യൂണിയൻ ഭാരവാഹികൾ ബോർഡ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടാത്തതുകൊണ്ടും പെരുമാറ്റച്ചട്ടം കഴിഞ്ഞതിന് ശേഷം ബോർഡ് യോഗം വിളിച്ച് പാൽ വില വർദ്ധിപ്പിക്കാമെന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞതാണ്, വർദ്ധിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഞങ്ങൾ എറണാകുളം മേഖലാ യൂണിയന്റെ പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നത്. വില വർദ്ധിപ്പിക്കണമെന്ന മിൽമയുടെ ആവശ്യം തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ പരിഗണിച്ചിരുന്നില്ല. അതേസമയം മിൽമ പാൽ വില വർധനവ് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയുമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തിലെ ഏറ്റവും വലിയ 5ാമത്തെ ജ്വല്ലറി ഗ്രൂപ്പും റെസ്പോൺസിബിൾ ജ്വല്ലറിയുമായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരുവനന്തപുരം ഷോറൂമിൽ എക്സ്ക്ലൂസീവ് ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി സോൺ ആരംഭിച്ചു. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളോടുള്ള ഉപഭോക്താക്കളുടെ വർദ്ധിച്ചു വരുന്ന താൽപര്യം കണക്കിലെടുത്താണ് പുതിയ എക്സ്ക്ലൂസീവ് സോൺ ആരംഭിച്ചത്. ഏറ്റവും പുതിയതും സമകാലീന ഡിസൈനുകളിൽ ഉള്ളതുമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രശസ്ത നടിയും നർത്തകിയുമായ ജസ്നിയ ജയദീഷ് ഉദ്ഘാടനം ചെയ്തു. നടിമാരായ കൃഷ്ണപ്രിയ കെ നായർ, ജാൻവി നായർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജ്മെന്റ് ടീം അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ട്രിവാൻഡ്രം ഷോറൂമിൻ്റെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഒരു ലോഞ്ചിങ് സെറമണിയാണ് നമ്മളിവിടെ നടത്തിയത്. ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് 1 ഗ്രാം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലസ്, അങ്ങനെ ബാംഗിൾസ്, സ്റ്റഡ്സ്, ബ്രേസ്ലെറ്റ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.